സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട്, വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്, അവിടെ ഇന്ന് ഉപയോഗിക്കണോ അതോ അറ്റ് ഉപയോഗിക്കണോ എന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നും അറ്റും നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് ഒരു ട്രയാങ്കിൾ മെത്തേഡിലൂടെ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചായിരുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ സുഹൃത്തായിട്ടുള്ള കൂലിപ്പണി രാജൻ്റെ കാര്യം നമുക്കൊന്ന് എടുക്കാം. നിങ്ങൾക്ക് കൂലിപ്പണി രാജനെ മിക്കവാറും അറിയായിരിക്കും. നമുക്കൊന്ന് കേട്ട് നോക്കാം കൂലിപ്പണി രാജൻ എന്നതാ പറയുന്നത്. കൂലിപ്പണി രാജൻ, കൂലിപ്പണി രാജൻ, രാജൻ കൂലിപ്പണി, കൂലിപ്പണി രാജൻ. ഉത്തരവാദിത്തത്തോടുകൂടി പണി സൈറ്റിൽ നല്ലതരം പണികൾ ചെയ്തു കൊടുക്കുന്ന ഏക വ്യക്തി. അപ്പോൾ നമ്മുടെ കൂലിപ്പണി രാജനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജന് ഒരു സ്കൂളിൽ ഒരു പണിക്കായിട്ട് പോയി. അതായത് അവിടുത്തെ ഒരു ഒരു നട, ഒരു കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു നടയ്ക്ക് എന്തോ ക്ഷതം സംഭവിച്ചു. അത് പണിയാൻ വേണ്ടി രാജൻ അവിടെ പോയി. അപ്പോൾ ഇവിടെ ഉണ്ടാ ചോദ്യം, രാജൻ അവിടെ വർക്ക് ചെയ്യുന്നു എന്ന് എങ്ങനെ പറയും എന്നുള്ളതാണ്. രാജൻ വർക്ക്സ് അറ്റ് എ സ്കൂളാണോ അതോ രാജൻ വർക്ക്സ് ഇൻ എ സ്കൂളാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് രണ്ടും കണ്ടാൽ ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുന്നത്. രാജൻ വർക്ക്സ് അറ്റ് എ സ്കൂൾ ആൻഡ് രാജൻ വർക്ക്സ് ഇൻ എ സ്കൂൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ രാജന് അവിടെ പണിക്ക് പോയത് താൽക്കാലികമായിട്ടാണ്. അവിടുത്തെ സ്റ്റാഫ് അല്ല രാജൻ. അതുകൊണ്ട് തന്നെ രാജൻ വർക്ക്സ് അറ്റ് എ സ്കൂൾ എന്ന് പറയാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അപ്പോഴെന്താണ് പറയുന്നത്? രാജൻ വർക്ക്സ് ഇൻ എ സ്കൂൾ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ രാജൻ അവിടെ ഈ കോൺക്രീറ്റ് പണിക്കായിട്ട് പോയതാണ്, അതല്ലാതെ രാജൻ ആ സ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരാളല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴേ നിങ്ങൾക്കിത് മനസ്സിലായി. നമുക്ക് വേറൊരു ഉദാഹരണം ശ്രദ്ധിക്കാം. ഐ വർക്ക് അറ്റ് എ സ്കൂൾ. അല്ലെങ്കിൽ നമ്മളിപ്പോഴും ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു എങ്ങനെയാണ് പറയുന്നത്? ഐ വർക്ക് അറ്റ് എ സ്കൂൾ എന്ന് പറയാം. അല്ലെങ്കിൽ ഐ വർക്ക് അറ്റ് IBM എന്ന് പറയാം. IBMലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഐ വർക്ക് അറ്റ് എ ബാങ്ക് എന്ന് പറയാം. അതുപോലെ തന്നെ ഐ വർക്ക് ഇൻ എ സ്കൂൾ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അത് ഒരു ചെറിയ പണിക്ക് വേണ്ടി അന്നേരം അങ്ങ് പോയെന്നേ ഉള്ളൂ. അപ്പോഴും നമുക്കിപ്പോൾ രാജന് ചോദിക്കാൻ, ഇപ്പോഴും നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അപ്പോൾ രാജൻ പറയാണ്, ഞാൻ എൻ്റെ സുഹൃത്തായിട്ടുള്ള അരുണിൻ്റെ വീട്ടിലാണ് ജോലി ചെയ്യുന്നത്. ഐ വർക്ക് ഇൻ അരുൺസ് ഹൗസ് എന്നാണ് പറയേണ്ടത്, അല്ലേ? തീർച്ചയായും അങ്ങനെയാണ് രാജൻ പറയുന്ന ഉത്തരം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.